ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുടി കൊഴിച്ചിൽ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുടിയിലൊന്ന് തൊട്ടാൽ മതി, കൈ നിറയെ മുടി, അല്ലെങ്കിൽ വീട്ടിനകത്തൊക്കെ മുടി ചീകുമ്പോൾ ചീർപ്പിനകത്തും നിറയെ മുടി, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. സാധാരണയായി നമ്മുടെ തലയിൽ 1,00,000 മുതൽ 1,50,000 വരെ മുടിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മുടിയിൽ തന്നെ ദിവസവും ഒരു 100 മുതൽ 150 മുടി വരെ കൊഴിഞ്ഞു പോകാറുണ്ട്. കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ അത്രയും മുടി പുതിയതായി കിളിർത്തും വരാറുണ്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ 100-നും 150-നും മുകളിൽ മുടി കൊഴിയുമ്പോഴാണ് സാധാരണയായി നമ്മൾ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ 100-നും 150-നും മുകളിൽ മുടി കൊഴിയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ മുടി കെട്ടുമ്പോൾ, മുടി പിന്നിലേക്കിടുമ്പോഴോ മുടിയുടെ തിക്നെസ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഹെയർ ഫാൾ ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ നെറ്റി കയറി വരികയും അല്ല എങ്കിൽ ബാക്ക് സൈഡിലൊക്കെ മുടി കുറയുകയും ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സാധാരണയായി നമ്മുടെ ഹെയർ ഫാളിനെ 3ആയിട്ട് തരംതിരിക്കാം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ശിരോഭാഗത്തെ മുടികൾ കൂടുതൽ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ പെൺമാതൃക കഷണ്ടി എന്നും, നമ്മുടെ ശിരോഭാഗത്തുള്ള മുഴുവൻ മുടിയും കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സമ്പൂർണ്ണ കഷണ്ടി എന്നും, ശരീരത്തിലെ മൊത്തം മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ സർവാംഗ കഷണ്ടി എന്നുമാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വായിച്ചതാണ് കേട്ടോ. വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഒന്ന് കുറിച്ച് വെച്ചതാണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ യൂസായി, അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 3 തരത്തിലുള്ള കഷണ്ടിയുടെ കാര്യം പറയുന്നത്. ഇനി നമുക്കിതിൻ്റെയൊക്കെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വട്ടത്തിലുള്ള മുടി കൊഴിച്ചിലാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് കേട്ടോ. മറ്റൊന്ന് താരൻ, അതുപോലെ തന്നെ ചർമ്മത്തിലുള്ള തൊലി ഇളകി പോകുന്ന അവസ്ഥയും ഇതൊക്കെ ഹെയർ ഫാളിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതെല്ലാം കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് കേട്ടോ. ഇത്തരത്തിൽ വട്ടത്തിലുണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ അലോപേഷ്യ ഏരിയേറ്റ എന്നാണ് വിളിക്കുന്നത്. ഇതുണ്ടാകുന്നത് കൂടുതലും ഫംഗസ് ബാധ കാരണം ആയിരിക്കും. ഇനി ഇതിൻ്റെ കാരണം എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പാരൻസിനോ അവരുടെ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തൊക്കെ കുറഞ്ഞു വരാറുണ്ട്. അത് നോർമലാണ്. അങ്ങനെ ഹെൽത്ത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ മുടി കൊഴിഞ്ഞു പോകാറുമുണ്ട്. ഇനി എന്തൊക്കെ രോഗാവസ്ഥയിലാണ് ഹെയർ ഫാൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം കേട്ടോ. അതും നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നും നോക്കാം. പ്രധാനമായിട്ടുമുള്ളത് പോഷകാഹാരക്കുറവ് തന്നെയാണ് കേട്ടോ. ഡയറ്റിൽ നമ്മൾ ചെയ്യുന്ന കൺട്രോൾ, അതായത് നമ്മൾ എന്താ പറയുക, വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഡയറ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യും. അത് നമ്മുടെ മുടി കൊഴിയാനും ആരോഗ്യം ക്ഷയിക്കാനൊക്കെ കാരണമാവും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഇരുമ്പ്, സിങ്ക്, പ്രോട്ടീൻ ഇതെല്ലാം കുറയുന്നത് കാരണം ധാരാളമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നു കേട്ടോ. ഈ ഇരുമ്പും സിങ്കും പ്രോട്ടീനും എല്ലാം നമ്മുടെ ശരീരത്തിനെ പോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പോഷകാഹാര കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ത് കാരണം കൊണ്ടാണ് മുടി കൊഴിയുന്നതെന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാരണവും നമ്മുടെ ഹെയർ ഫാൾ ഉണ്ടാകും കേട്ടോ. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാണ് നമുക്ക് ഹെയർ ഫാൾ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ പ്രസവിച്ചിട്ട് സൂര്യപ്രകാശം കാണിക്കത്തില്ല, അതുപോലെ നമുക്കും സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി മറ്റൊന്ന് തൈറോയ്ഡാണ് കേട്ടോ. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിലെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹെയർ ഫാൾ സാധാരണയായി ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പെൺകുട്ടികളിൽ കണ്ടുവരുന്നതാണ് നമ്മുടെ PCOD എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീകളിലെ അണ്ഡാശയത്തിലുണ്ടാകുന്ന ചെറിയ കുമിളകൾ, ഇത്തരത്തിലുള്ള അവർക്കും എന്താ പറയുക, മുടി കൊഴിച്ചിൽ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ശരീരത്തിൽ അനാവശ്യമായിട്ട് രോമങ്ങൾ, അതായത് മുഖത്തൊക്കെ ഒരുപാട് രോമങ്ങൾ വളരുക, തലയിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോവുക, വളരെ നേർത്തു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ PCOD ഉള്ള സ്ത്രീകളിൽ കാണിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഫാളിന് കാരണമാവുന്ന മറ്റൊരു പ്രധാന കാരണം ചില ഗർഭനിരോധന ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണിൻ്റെ ചേഞ്ചസ് വരുമ്പോഴും മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ ആ ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസ് കാരണമാണ് കേട്ടോ. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഈ സമയത്ത് ധാരാളം മുടി പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആണ്. ഇതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലുകളും പോണി ടെയിലൊക്കെ കെട്ടുമ്പോഴാണെങ്കിൽ മുടി നല്ല മുറുക്കിയായിരിക്കും കെട്ടുന്നത്. മുറുക്കി കെട്ടിയാലും നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹെയർ കളറിങ്ങും ഇതൊക്കെ കാരണവും നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആകാനും കൊഴിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മുടി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണല്ലേ. മുടി കൊഴിച്ചിൽ വളരെ ചുരുക്കവുമായിരിക്കും. മുടി കൊഴിച്ചിൽ കാരണം മാനസികമായി വിഷമിക്കാത്തവരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അതുപോലെ തന്നെ ഇടയ്ക്കുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ നിസ്സാരമായി കാണുന്നതിലും തെറ്റില്ല കേട്ടോ. എന്നാൽ കൊഴിയുന്ന മുടിയുടെ അളവ് ഏറി വരുന്നുണ്ടെങ്കിൽ ഏറെ ശ്രദ്ധ വേണം. തുടക്കത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് പരിഹാരം തേടുന്നതാണ് ഏറ്റവും ഗുണകരം കേട്ടോ. വെള്ളത്തിലെ ക്ലോറിൻ്റെ മാത്രമല്ല മറ്റ് പല ജീവഘടകങ്ങളും ഈ മുടി കൊഴിച്ചിലിന് പിന്നിൽ കാണും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ D3 കേട്ടോ. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ വൈറ്റമിൻ D3 പരിശോധിക്കണം. മുടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ പോഷകമാണ് വൈറ്റമിൻ D3 കേട്ടോ. ഇതിൻ്റെ കുറവ് മുടി കൊഴിച്ചിലിലേക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കും കേട്ടോ. അതുപോലെ തന്നെ രോമാകൂപങ്ങളുടെ വികാസത്തിലും അവയുടെ പരിപാലനത്തിലും ഇത് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ D സമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രധാന കാര്യം. ട്യൂണ, സാൽമൺ, അയല എന്നിങ്ങനെ കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കണം കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിളിലും കൂണുകളിലും ധാരാളം വൈറ്റമിൻ D3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂര്യപ്രകാശമാണ് മറ്റൊരു പോംവഴി. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പോഷക ഘടകങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമ്മുടെ മുടി കൊഴിയുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മുടിയുടെ അറ്റം പിളർന്ന് പൊട്ടുന്നത്. പതിവാണെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യണം കേട്ടോ. മുടിയുടെ അറ്റം പിളരുന്നത് പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണെങ്കിലും മുടിയുടെ പുറംപാളിയായ ക്യൂട്ടിക്കിളിൽ തകരാറിലാകുമ്പോഴാണ് അറ്റം പിളരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതും ഈ കേടുപാടുകൾ മുടിയിഴകൾ പിളരുന്നതിനും പൊട്ടുന്നതിനും കാരണമാകും കേട്ടോ. മുടിയുടെ അറ്റം അങ്ങനെ പിളരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കും കേട്ടോ. മുടിയുടെ അറ്റം പിളരുന്നതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ്നർ, കേളിംഗ്, അയൺ തുടങ്ങിയ ഹീൽ സ്റ്റൈലിംഗ് ടൂണുകളുടെ അമിതമായ ഉപയോഗം മുടിയെ ദുർബലമാക്കും കേട്ടോ. ഈ ഉപകരണങ്ങൾ മുടിയിൽ നിന്ന് ഈർപ്പം ഇല്ലാതാക്കുകയും ഇത് മുടി പൊട്ടാനും മുടി സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും കാരണമാകുന്നു കേട്ടോ. കളറിംഗ്, പെർമിംഗ് തുടങ്ങിയ രാസചികിത്സകളും ക്യൂട്ടിക്കിളിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പാരിസ്ഥിതിക ഘടകങ്ങളും മുടി പൊട്ടലിനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. സൂര്യപ്രകാശം, കാറ്റ്, മലിനീകരണം എന്നിവയുമായുള്ള സമ്പർക്കം മുടിയുടെ ആരോഗ്യം കുറയ്ക്കും. കൂടാതെ മുടിക്ക് യോജിക്കാത്ത ഷാംപൂസുകൾ ഉപയോഗിക്കുകയോ മുടി ഇടയ്ക്കിടയ്ക്ക് കഴുകുകയോ ചെയ്യുന്നത് സ്വാഭാവിക എണ്ണകൾ കളയുകയും മുടി വരണ്ടതാക്കുകയും അറ്റം പിളരുന്നതിനും നയിച്ചേക്കാം. മുടി പൊട്ടുന്നത് സ്പ്ലിറ്റൻസ് തടയാൻ വേണ്ടിയിട്ടും മുടിയെ ചൂടാക്കുന്ന സ്റ്റൈലിംഗ് ടൂളുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. അവ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടി സംരക്ഷിക്കാൻ പ്രതിരോധിക്കാനും അതിനോടൊപ്പം ഉൽപ്പന്നങ്ങൾ ലഭിക്കും. അതും കൂടെ ഒന്ന് ഉപയോഗിക്കുക. സൾഫേറ്റുകളും പാരബെൻസും ഇല്ലാത്ത മൃദുവായ ഷാംപൂസുകൾ തിരഞ്ഞെടുക്കുക. പതിവ് കണ്ടീഷനിങ് നമ്മുടെ മുടിയിൽ ഈർപ്പത്തിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കും കേട്ടോ. ഓരോ 6 മുതൽ 8 ആഴ്ചകളിലും മുടി ട്രിം ചെയ്യുന്നത് നിലവിലുള്ള അറ്റം പിളരുന്ന അവസ്ഥ നീക്കം ചെയ്യാനും കൂടുതൽ കേടുപാടുകൾ തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.